ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ ഈദായിട്ട് ഞാൻ എങ്ങനെ മൈലാഞ്ചി ഇടാതിരിക്കും? അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ട് ഇങ്ങനെ വിചാരിക്കുന്നത് മൈലാഞ്ചി ഇടണം എന്നുള്ളത്. ഞാൻ എല്ലാ ഫെസ്റ്റിവൽസും എനിക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആഘോഷിക്കുക ഇൻ ദ സെൻസ് അങ്ങനെയല്ല, എന്നാലും ചെറിയ രീതിയിൽ. ഇപ്പോൾ ഈദാണെങ്കിൽ മൈലാഞ്ചി ഇടാൻ, ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ, അങ്ങനത്തെ ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ് മൈലാഞ്ചി. പക്ഷെ എനിക്ക് മടിയായിപ്പോയി. ഇന്നലെ ഞാൻ ബിഗ് ബോസിൻ്റെ ഫിനാലെയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. അതും ഫുള്ള് കണ്ടില്ല, പകുതി വെച്ച് ഞാൻ ഉറങ്ങി. എന്നിട്ട് ബാക്കി ഇന്ന് രാവിലെയാണ് കണ്ടത്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ താഴെ കാണിക്കുന്ന ഈ പിക്ചർ ഇട്ട് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം. മൈലാഞ്ചി ഇടുന്നേക്കാളും മുന്നേ അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണ ചടങ്ങുണ്ടല്ലോ. അപ്പം ഞാൻ കുറേ ഇങ്ങനെ പീച്ചി കളഞ്ഞു അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട്. പിന്നെ അതൊരു രസമാണല്ലോ ഇങ്ങനെ വരച്ച് കളിക്കാൻ പേപ്പറിൽ. പിന്നെ അതിനുശേഷം ഞാൻ ഇടാൻ തുടങ്ങി. ഞാൻ കുറേ കാലമായി പെട്ടിട്ട്. പക്ഷെ ഞാൻ അത്യാവശ്യം ഇടണ ഒരാളാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മെഹന്തി ഇടയ്ക്ക് ഇടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് കേട്ടോ. അതിൻ്റെ ഒരു കൈവറയൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചോടത്തൊന്നും കോണം നിൽക്കണില്ല. എന്നിട്ട് ഞാൻ കുറച്ചൊക്കെ മായ്ക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. എന്നാലും ഞാൻ തളരാതെ മൈലാഞ്ചി ഇട്ടു. ഇടയ്ക്ക് ഇതേപോലെ സച്ചുവിൻ്റെ കയ്യിലും അമ്മയുടെ കയ്യിലും ഒക്കെ ഇട്ടിട്ടാണ് എൻ്റെ ഓരോ പരീക്ഷണങ്ങൾ. പിന്നെ എൻ്റെ സ്വന്തം കയ്യിലും. എൻ്റെ ഹെയർ കളർ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഹെയർ കളർ ഒരു ലൈറ്റ് ബ്ലോണ്ട് കളറായിരുന്നു. അപ്പോൾ അതിപ്പോൾ കൂടിയിട്ട് നല്ലൊരു റെഡിഷ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെന്ന പൗഡർ യൂസ് ചെയ്തതാണ്. ശരിക്കും ഭയങ്കര ഒരു അടിപൊളി ഹെന്നയായിരുന്നു. അത് നന്നായിട്ട് കളറാവുന്നുണ്ട്. അപ്പം ഞാനത് അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യും. സംഭവം എനിക്ക് കൊളാബറേഷനിൽ കിട്ടിയതാണ്. പക്ഷേ ഇതൊരു പ്രൊമോഷനായിട്ട് പറയല്ല. ഒരു അടിപൊളി സാധനമായിരുന്നു. എൻ്റെ ഹെയർ കളർ നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. ഈ വീഡിയോയിൽ കാണുന്നേക്കാൾ കൊള്ളാം ശരിക്കും കാണാൻ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഒരു ചെറിയ വീഡിയോ ആയിട്ട് നാളെ എങ്ങാനും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യൂ. നല്ലൊരു എണ്ണയാണ്, പോക്കറ്റ് ഫ്രണ്ട്ലിയും ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയണതും. ഇപ്പോൾ പ്രൊമോഷനായിട്ട് കരുതണ്ട കേട്ടോ. പിന്നെ നമ്മൾ മൈലാഞ്ചിയിലെ ഫൈനൽ ഘട്ടത്തിലേക്ക് പോവുകയാണ്. പിന്നെ ഈ പൂവിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കുനുകുനാന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്, ഇങ്ങനെ ചെറുതായി കൊടുക്കാനായിട്ട്. അടുത്ത് പിന്നെ സച്ചുവിൻ്റെ ലൈവ് കമൻട്രി ഉണ്ടായിരുന്നു. വാവ് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഞാൻ എന്ത് ചെയ്താലും അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അവൾ ഭയങ്കര പ്രോത്സാഹനമാണ്. അപ്പോൾ അതൊക്കെ കേട്ട് ഞാനിങ്ങനെ പൊങ്ങി ഇതൊക്കെ ഫുൾ കളർ ചെയ്ത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ് ഈദ് സെലിബ്രേഷനൊക്കെ? നന്നായി തീർന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ, ജീവിതമൊക്കെ അടിപൊളിയാവട്ടെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കണ്ടൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ടിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. നമ്മൾ ഓൾമോസ്റ്റ് ടുവേർഡ്സ് ദി എൻഡാണ്. പിന്നെ ഇതിൽ നമ്മൾ കാണിച്ച പിക്ചറിൽ കുറച്ച് ഇലയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ, പൂവിൻ്റെ സൈഡിൽ. അതൊന്നും ഞാൻ വരച്ച് ഇതിനെ ഇനിയും കൊളാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനത് വരച്ചില്ല. കാരണം ഞാൻ അത് വരച്ചിട്ട് ഉള്ളതും കൂടി കൊളാവണ്ടെന്നുള്ളതുകൊണ്ട് ഞാനത് തൽക്കാലം വരച്ചില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മടിയും കൂടിയാണ് കേട്ടോ. കുറച്ചിട്ട് വരുമ്പോൾ എനിക്ക് പിന്നെ മടിയാവും ബാക്കി ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതോടെ അങ്ങോട്ട് നിർത്തുകയാണ്. ആ ഇലയൊന്നും ഞാൻ വരയ്ക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ടിൽ മൈ നെക്സ്റ്റ് വീഡിയോ, ബൈ ആൻഡ് വൺസ് മോർ ഈദ് മുബാറക്.